ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മൈലാഞ്ചി ഇല വെച്ചിട്ട് അരച്ചിട്ട് കയ്യിലിട്ട് നോക്കിയാലോ. ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് മൈലാഞ്ചി ഇല അരച്ചിട്ട് എനിക്ക് ചുവന്ന് കിട്ടാറില്ല എന്നുള്ളത്. അതിനുള്ള ടിപ്സ് കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അതിനുവേണ്ടി ഞാൻ കുറച്ച് മൈലാഞ്ചി ഇല എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുമ്പൊക്കെ ആണെങ്കിൽ കല്ലിലാണ് അരച്ചെടുക്കുന്നത്. അതിനുശേഷം കുറച്ച് പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 ഗ്രാമ്പു ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ശർക്കര കേട്ടോ. ഇതിനൊന്നും അളവൊന്നുമില്ല, ഏകദേശം നിങ്ങൾക്ക് ഒരളവനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ചെറിയ ചൂടോടെയുള്ള കട്ടൻ ചായ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ കട്ടൻ ചായ ചേർത്ത് കൊടുക്കുന്നതിന് കുറച്ച് ചായപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ചൂടുവെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. നല്ല മഷി പോലെ വേണം എടുക്കാനായിട്ട്. കുറച്ച് ലൂസായിട്ട് വേണം കേട്ടോ അരക്കാൻ. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ കുറേ നാളിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നല്ല അടിപൊളിയാണ്. ഞാൻ പഴയ കാലത്തേക്കൊന്ന് പോയി കേട്ടോ. നമ്മൾ പിന്നെ പെരുന്നാളും കല്യാണമൊക്കെ വരുമ്പോൾ ഇങ്ങനെ മൈലാഞ്ചി അരച്ചിട്ടല്ലേ ഇടാറെന്ന്. അമ്മിക്കല്ലിലാണല്ലേ അരക്കുന്നത്. ഇന്നിപ്പം കല്ലൊന്നും ഇല്ലാത്ത കാരണം മിക്സിയുടെ ജാറിലാണ് കേട്ടോ അരച്ചെടുത്തത്. അതിനുശേഷം ഇതേപോലെ നമ്മൾ വിരലൊന്ന് മുക്കിക്കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ തൊപ്പി ഇടലില്ലേ പണ്ടത്തെ, അതായി കേട്ടോ. അടിപൊളിയായിട്ടാണ് പിന്നെ ചുവന്ന് വന്നത്. ഇതുപോലെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പെരുന്നാളൊക്കെ വരുമല്ലേ, ഒരു 1-2 മണിക്കൂറിനകം തന്നെ നന്നായിട്ട് ചുമന്ന് കിട്ടും കേട്ടോ. ഒരുപാട് ടൈമൊന്നും വെക്കണ്ട. ഇനി രാത്രി വെക്കുകയാണെങ്കിൽ നല്ലൊരു കളർ കിട്ടും. നല്ലൊരു ഓറഞ്ച് കളറിലാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. പെരുന്നാളൊക്കെ വരുമല്ലേ, കെമിക്കൽ തന്നെ വാങ്ങി ഉപയോഗിക്കേണ്ടതില്ല. കാരണം ഉദുവിൻ്റെ വെള്ളം പിന്നെ തട്ടുമ്പോൾ ഒന്നും ശരിയാവില്ല എന്നുള്ളൊരു പേടിയും വേണ്ട. ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അടിപൊളിയാണ്, നല്ലൊരു സ്മെല്ലൊക്കെയാണ്. പുതിയൊരു വീഡിയോയുമായി കാണാം.